ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പൊ നമ്മൾ ഇന്ന് ബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇതില് നമ്മൾ എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ വരാൻ പോകുന്ന SSC MTS എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. First question, what is added to toothpaste to reduce tooth decay? Tooth decay കുറയ്ക്കാൻ വേണ്ടിയിട്ട് ടൂത്ത് പേസ്റ്റിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഈ ഓപ്ഷൻ മീൻസ് എന്താ, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ആൻസർ? ഏതാണ്? ഓക്കെ, അയൺ, കൊബാൾട്ട്, ഫ്ലൂറൈഡ്, മോളിബിഡനം. ഓക്കെ, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതായിരിക്കും? ടൂത്ത് പേസ്റ്റില് മെയിൻ ആയിട്ട് ഉള്ള ഒരു കമ്പോണന്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഫ്ലൂറൈഡ് ആണ്. ഓക്കെ, ഫ്ലൂറൈഡ് വേണം ടൂത്ത് ഡീക്കേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി എങ്ങാനും ഫ്ലൂറൈഡ് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്, എന്നാലും ആവശ്യത്തിന് എന്താണ് ടൂത്ത് പേസ്റ്റിൽ ഫ്ലൂറൈഡ് വേണം. എന്ത് കൺട്രോൾ ചെയ്യാൻ? ടൂത്ത് ഡീക്കേ അല്ലെങ്കിൽ ഡെന്റൽ എന്താണ് കാരിയേഴ്സ് എന്നൊക്കെ പറയും. ഓക്കെ, പല്ലില് പോടെന്ന് നമ്മൾ പറയുമല്ലോ, അത് തന്നെയാണ്. ഇനി ഈ ഒരു ഡെന്റൽ ഡീക്കേക്ക് കാരണം ആരാണ്? ബാക്ടീരിയ ആണോ, വൈറസ് ആണോ, ഇനി വേറെ എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഉറപ്പായിട്ടും ബാക്ടീരിയ തന്നെയാണ്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടിട്ട് തന്നെയാണ് എന്തുണ്ടാവുന്നത്? ടൂത്ത് ഡീക്കേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ വായില് ഒരു pH ഉണ്ട്. ആ pH അത്യാവശ്യം അസിഡിക്കാണ്. ആ ഒരു pH എന്ന് പറയുന്നത് 5.5 കുറയാൻ നേരത്താണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ബാക്ടീരിയ കയറി നമ്മൾ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അങ്ങനെ പയ്യെ പല്ല് ഇല്ലാണ്ടായി പോകും. ഓക്കെ, അപ്പൊ നമ്മുടെ വായിലെ pH 5.5 കുറയാൻ നേരത്താണ് ടൂത്ത് ഡീക്കേ എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ടൂത്ത് പേസ്റ്റിൽ ഉള്ളത് എന്താണ്? ഫ്ലൂറൈഡ് ആണ്. ഓക്കെ, അപ്പം ഇത് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് നമ്മളെ പല്ലിനെ പറ്റി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ പല്ലിനെ പറ്റി കുറച്ച് കാര്യങ്ങള്. ഓക്കെ, ഇത് നമ്മളെ ടീത്ത് ആണെന്ന് വിചാരിക്കുക. ഇതെന്താണ്? ഗമ്മ്. ഓക്കെ, നമ്മുടെ മോണയിലാണല്ലോ എന്ത്? പല്ല്. അപ്പൊ ഈ ഒരു എക്സ്റ്റേണലി നമ്മുടെ ഈ ഒരു പല്ലിനെ 3ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. പുറമേ നമ്മൾ കാണുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അതിനെ നമ്മൾ ക്രൗൺ എന്ന് പറയും. ഇനി പല്ല് വന്ന് ഈ ഒരു മോണയിൽ ടച്ച് ചെയ്യുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിനെ നെക്ക് എന്ന് പറയും. ഇനി ഉള്ളിലോട്ട് നമുക്ക് കാണാൻ പറ്റാത്ത ആ ഒരു പോർഷൻ, അതിനെ റൂട്ട് എന്ന് പറയും. ഓക്കെ, അപ്പൊ പല്ലിന് പൊതുവെ 3ആയിട്ട് എന്ത് ചെയ്യാ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. പുറമേ കാണുന്നത് ക്രൗണ്, ആ ഒരു മോണയായിട്ട് ടച്ച് ചെയ്യുന്ന ആ ഒരു പോർഷൻ നെക്ക്, ഉള്ളിലോട്ടുള്ള പോർഷൻ എന്താണ്? റൂട്ട് എന്ന് പറയും. ഓക്കെ, ഇനി പല്ലിന്റെ അകത്തോട്ട് വരാൻ നേരത്ത് കുറച്ച് കാര്യങ്ങളും കൂടെ. പല്ലിന്റെ പുറമെ ഒരു കോട്ടിംഗ് ഉണ്ട്. ഈ കോട്ടിങ്ങിനെ നമ്മൾ ഇനാമൽ എന്നാ പറയുന്നത്. ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ഏതെന്ന് പറയുന്നത്? ഇനാമല് കാൽഷ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് വെച്ചിട്ടാണ് ഇനാമൽ ഫോം ചെയ്തേക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇത് എക്സാമുകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. MTS മാത്രമല്ല, നമ്മുടെ ബാക്കിയുള്ള എക്സാംസിനൊക്കെ ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, റിലേറ്റഡ് ആയിട്ട് ഒത്തിരി പോയിന്റ്സ് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം കൃത്യമായിട്ട് ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കാം. അപ്പം നോക്കിയേ, ഏറ്റവും പുറമേ ഉള്ള ആ ഒരു ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്താണ്? ഇനാമലാണ്. ഇനി ഇനാമലിന് താഴെ ഡെന്റൈൻ എന്ന് പറയും. ഇത് പല്ലിന്റെ തന്നെ ടിഷ്യൂ ആണ്. ടിഷ്യൂവിനെ നമ്മൾ ഡെന്റൈൻ എന്ന് പറയും. ഓക്കെ, അതിന്റെ ഉള്ളിലുള്ള പോർഷനെയാണ് നമ്മൾ പൾപ്പ് എന്ന് പറയുന്നത്. പൾപ്പ്. ഓക്കെ, ബ്ലഡ് വെസലുകൾ കാണാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം ഏതാ? ഈ പൾപ്പ. അല്ലാണ്ട് ഇനാമലും ഡെന്റൈനിലും ഒന്നും എന്തില്ല, ബ്ലഡ് വെസൽ ഒന്നുമില്ല. പൾപ്പ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലാണ് എന്ത് കാണാൻ പറ്റുന്നത്? നമുക്ക് ബ്ലഡ് വെസൽസും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റും. അപ്പം പുറമെ ക്രൗൺ, നെക്ക്, റൂട്ടും, ഉള്ളിലായിട്ട് എന്തൊക്കെയാണ്? പുറമെ ഇനാമൽ കോട്ടിംഗ് ഉണ്ട്, അല്ലാണ്ട് ഉള്ളിൽ എന്താണ്? ഡെന്റൈനും പൾപ്പും ഉണ്ടെന്ന് ഓർത്തിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ എത്ര നമ്പർ ഓഫ് ടീത്ത് ഉണ്ട്? നമുക്ക് മൊത്തത്തില് 32 പല്ലുണ്ട്. ഇനി നമ്മൾ പൊതുവെ അറിയപ്പെടുന്നത് ഹെറ്ററോഡോണ്ട് എന്നാണ്. കാരണം എന്താ? നമുക്ക് 4 ടൈപ്പ് പല്ലുണ്ട്. അല്ലെങ്കിൽ എല്ലാ പല്ലും ഒരുപോലെ അല്ലല്ലോ ഇരിക്കുന്നത്, പലതും പല രീതിയിലാണ്. അപ്പൊ മൊത്തത്തിൽ നമുക്ക് എന്താ 4 ടൈപ്പ് പല്ലുകളാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ എന്തെന്നാ പറയുന്നത്? ഹെറ്ററോഡോണ്ട് എന്നാ പറയുന്നത്. ഇപ്പൊ എല്ലാം ഒരുപോലെ ആയിരുന്നു ഇരുന്നെങ്കിൽ ഹോമോഡോണ്ട് എന്നൊക്കെ പറയും. അപ്പൊ ഇവിടെ എന്താണ്? നമ്മൾ എന്താണ്? ഹെറ്ററോഡോണ്ടാണ്. ഇനി 4 ടൈപ്പ് പല്ലുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഏതൊക്കെയാണ്? ഇൻസിസറും, കെനൈൻ,
പ്രീമൊളാറും മൊളാറും ആണ് ആ 4 ടൈപ്പ് പല്ലെന്ന് പറയുന്നത്. ഇൻസിസർ എന്തിനു വേണ്ടിയിട്ടാ? കട്ട് ചെയ്യാൻ. കനൈൻ എന്തിനു വേണ്ടിയിട്ടാ? ടിയർ ചെയ്യാൻ. പ്രീമൊളാറും മൊളാറും എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാ? ഗ്രൈൻഡ് ചെയ്യാൻ, ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇവരുടെ എണ്ണം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഇൻസിസർ നമുക്ക് 8, കനൈൻ 4, പ്രീമൊളാർ 8, മൊളാർസ് എത്രയാണ്? 12 എണ്ണം. മൊത്തത്തില് 32 പല്ലാണ് നമുക്കുള്ളത്. അപ്പം ഓരോന്ന് സെപ്പറേറ്റ് എത്ര എണ്ണം എന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി കുഞ്ഞുങ്ങളുടെ കേസില് കുഞ്ഞുങ്ങൾക്ക് മൊത്തം 20 പല്ലാണ് ഉള്ളത്. ഈ 20 പല്ല് കൊഴിഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, ഈ 20 പല്ലിനെ അതുകൊണ്ട് തന്നെ മിൽക്ക് ടീത്ത് അല്ലെങ്കിൽ ഡെസിഡിയസ് ടീത്ത് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, കൊഴിഞ്ഞു പോയിട്ട് പിന്നെ വീണ്ടും വരുന്ന പല്ലായതുകൊണ്ട് തന്നെയാണ് ഈ 20 പല്ലിനെ മിൽക്ക് അല്ലെങ്കിൽ ഡെസിഡിയസ് ടീത്ത് എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇനി കുഞ്ഞുങ്ങൾക്ക് 20 പല്ലുണ്ടെന്ന് പറഞ്ഞല്ലോ, പക്ഷെ അവർക്ക് ഇൻസിസർ, കനൈൻ, മൊളാർ ഉണ്ട്. അവർക്ക് എന്തില്ല? പ്രീമൊളാർസ് ഇല്ല. ഓക്കെ, അവർക്ക് പ്രീമൊളാർ എന്ന് പറയുന്ന പല്ലില്ല. ഇൻസിസറും കനൈനും മൊളാർസും ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ എലിഫന്റ്, ആനയുടെ കേസിൽ നിങ്ങൾ ആനയുടെ കൊമ്പ് കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിനെ ടസ്ക് എന്നാണ് പറയുന്നത്. ടസ്ക്, TUSK. ഓക്കെ, TUSK, ടസ്ക് എന്നാണ് പറയുന്നത്. ഈ ടസ്ക് ആക്ച്വലി അവരുടെ ഏത് പല്ല് ഡെവലപ്പ് ചെയ്തതാണ്? ഇൻസിസർ ആണോ കനൈൻ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കനൈൻ എന്ന് തോന്നും, പക്ഷെ എന്താണ്? ഇൻസിസർ ആണ്. ഓക്കെ, ഇൻസിസർ വെച്ചിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്? അല്ലെങ്കിൽ ഇൻസിസർ ആണ് എന്ത്? അവരുടെ ഒരു ആന കൊമ്പ് അല്ലെങ്കിൽ ടസ്ക് എന്ന് പറഞ്ഞ് ഡെവലപ്പ് ആയി ഇരിക്കുന്നത് ഇൻസിസർ എന്ന് പറയുന്ന പല്ലാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പല്ലിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, കൃത്യമായിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following is not a bacterial infection? ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലാത്തത്? നോക്കിയേ, കോളറ, ടൈഫോയിഡ്, റാബിസ്, പ്ലേഗ്. ഇതിൽ ഏതോ ഒന്ന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ല. കോളറ എന്ത് ഇൻഫെക്ഷൻ ആണ്? ബാക്ടീരിയൽ ഇൻഫെക്ഷൻ തന്നെയാണ് കോളറ എന്ന് പറയുന്നത്. കോളറയ്ക്ക് കാരണമായിട്ടുള്ള ബാക്ടീരിയയുടെ പേരാണ് വിബ്രിയോ കോളറേ. ഓക്കെ, ടൈഫോയിഡും കാരണം ആര് തന്നെയാണ്? ബാക്ടീരിയ തന്നെയാണ്. അതിന് ബാക്ടീരിയയുടെ പേരാണ് സാൽമോണല്ലേ ടൈഫി. ഓക്കെ, ഇനി റാബിസ്, പേവിഷബാധ, അതെന്തുവാ? ഇപ്പം എങ്ങനെയാണ് ഈ റാബിസ് എങ്ങനെയാ വരുന്നത്? ഇപ്പൊ എന്താണ്? പട്ടി, പൂച്ച, അങ്ങനത്തെ ആ ഒരു എന്താണ് കാറ്റഗറിയിൽ വരുന്ന ജീവികൾ, ഉൾഫോ, ഫോക്സോ, ഇങ്ങനത്തെ ജീവികൾ കടിക്കുന്ന വഴി വരുന്നതാണ് ഏത്? റാബിസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? വൈറസ് ആണ്. ഓക്കെ, വൈറസിന്റെ പേരും റാബിസ് വൈറസ് എന്ന് തന്നെയാണ്. റാബിസിന് കാരണമായിട്ടുള്ള വൈറസിന്റെ പേര്. പ്ലേഗ് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ബാക്ടീരിയയുടെ പേര് എർസീനിയ പെസ്റ്റിസ് എന്നാണ്. ഓക്കെ, എർസീനിയ പെസ്റ്റിസ് എന്ന് പറയുന്ന ബാക്ടീരിയ കാരണമാണ് എന്തുണ്ടാവുന്നത്? പ്ലേഗ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന അസുഖങ്ങൾ ഏതാണ്, അതേപോലെ തന്നെ വൈറസ് കാരണം ഉണ്ടാകുന്ന അസുഖങ്ങൾ ഏതാണെന്ന് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, ജസ്റ്റ് നമുക്ക് ബാക്ടീരിയ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് അസുഖങ്ങളെ പഠിച്ചു വെക്കാൻ വേണ്ടി ചെറിയൊരു കോഡ് ഉണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. 2 ഗോൾഡ് പൊട്ടറ്റോ ചിപ്സ്. ഓക്കെ, അപ്പൊ ഈ ഒരു കോഡ് ഉപയോഗിച്ചിട്ട് അത്യാവശ്യപ്പെട്ട നമുക്ക് എക്സാമിന് ചോദിക്കുന്ന എല്ലാ ബാക്ടീരിയൽ ഡിസീസസും നമുക്ക് ഇതിൽ നിന്നും കിട്ടും. ഓക്കെ, നോക്കിയേ, ഈ ടി എന്താണ്? ടൈഫോയിഡ്. ഓക്കെ, WHO എന്ന് പറയുന്ന വൂപ്പിംഗ് കഫ്. ഓക്കെ, വില്ലൻ ചുമ എന്നൊക്കെ പറയുന്ന വൂപ്പിംഗ് കഫ്. ഇനി GO എന്ന് പറയുന്നത് ഗൊണേറിയ ആണ്. ഗൊണേറിയ ഇതൊരു എന്താണ്? സെക്ഷലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസ് ആണ്. STD ആണ് ഏതെന്ന് പറയുന്നത്? ഗൊണേറിയ എന്ന് പറയുന്നത്. കുഷ്ഠരോഗം എന്നൊക്കെ പറയുന്ന ലെപ്രസി. D എന്ന് പറയുന്ന ഡിഫ്തീരിയ. ഓക്കെ, ഡിഫ്തീരിയ. അടുത്തത് POയും കൂടെ ഞാൻ രണ്ടും കൂടെ ചേർത്തിട്ട് അങ്ങ് എടുക്കുക. നിമോണിയ. ഓക്കെ, നിമോണിയ. ഓക്കെ, അടുത്ത ടി ഏത് കൊടുക്കാം? ടെറ്റനസ്. ഓക്കെ,
ടെറ്റനസ്. അടുത്ത ടി ടെറ്റനസ്. ഓക്കെ. എ ആന്ത്രാക്സ്. ഓക്കെ. അടുത്ത നോക്കിയേ ടിഒ. ടിഒ ഞാൻ രണ്ടും കൂടെ ചേർക്കുവാണ്. അത് ട്യൂബർക്ലോസിസ്. ട്യൂബർക്ലോസിസ്. ഓക്കെ. ട്യൂബർക്ലോസിസ്. അതേപോലെ തന്നെ CHI ഞാൻ എടുക്കുവാണ്. കോളറ. പി നമ്മളിപ്പോ പറഞ്ഞ പ്ലേഗ്. എസ് സിഫിലിസ്. ഓക്കെ. സിഫിലിസ്. ക്ലിയർ ആണല്ലോ. ടൈഫോയിഡ്, വൂപ്പിംഗ് കഫ്, ഗൊനേറിയ, ലെപ്രസി, ഡിഫ്തീരിയ, ന്യൂമോണിയ, അതേപോലെ തന്നെ ടെറ്റനസും ആന്ത്രാക്സ്, ട്യൂബർക്ലോസിസ്. ഓക്കെ. പിന്നെ CHIPS. CHI ഞാൻ കോളറ എടുത്തു, പി പ്ലേഗും, എസ് സിഫിലസും ആണ്. ഓക്കെ. ഇതിലെ ഗൊണോറിയയും അതേപോലെ തന്നെ സിഫിലസും ഇത് രണ്ടും STD ആണ്, സെക്ഷലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസസ് ആണ്. ഓക്കെ. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ഒരു കോഡ് വെച്ചിട്ട് അത്യാവശ്യപ്പെട്ട എല്ലാ ബാക്ടീരിയൽ ഡിസീസസും നമുക്ക് ഇതിൽ നിന്നും കിട്ടും. ഓക്കെ. അല്ലാണ്ട് വരുന്നതൊക്കെ മിക്കതും എന്ത് തന്നെയായിരിക്കും? വൈറൽ ഡിസീസസ് ആയിരിക്കും. പിന്നെ പ്രൊട്ടോസോവൻ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഫംഗൽ ഡിസീസസ് ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. പ്രൊട്ടോസോവന്റെ ആണ് എന്താണ് നമ്മുടെ മലേറിയ, കാല, അസർ എന്നൊക്കെ പറയുന്ന അസുഖങ്ങളൊക്കെ പ്രൊട്ടോസോവന്റെ ആണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തിരിച്ചറിയാനായിട്ട് പറ്റും. ഓക്കെ. അല്ലാണ്ട് വൈറൽ ഡിസീസസ് എന്തൊക്കെയാണ്? റാബിസ്, അതേപോലെ തന്നെ മംസ്, മുണ്ടിനീര്, അതേപോലെ മീസിൽസ്, അഞ്ചാം പനി എന്നൊക്കെ പറയുന്നത്. ഓക്കെ. റാബിസ്, അതേപോലെ തന്നെ പോളിയോ അസുഖം ഉണ്ടല്ലോ, പോളിയോ മിലിറ്റിസ്, അതേപോലെ തന്നെ ചിക്കൻ പോക്സ്, സ്മോൾ പോക്സ്, ചിക്കുൻഗുനിയ, ഇതെല്ലാം എന്താണ്? അതേപോലെ തന്നെ യെല്ലോ ഫീവർ, മഞ്ഞപ്പനി. ഓക്കെ. ഇതെല്ലാം എന്താണ്? വൈറസ് കാരണം ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ. മംസ്, മീസിൽസ്, റാബിസ് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ. ഓക്കെ. ഇതിന് കാരണം എല്ലാം എന്താണ്? വൈറസുകളാണ്. ഓക്കെ. അപ്പൊ ബാക്ടീരിയൽ ഡിസീസസിനെയും വൈറൽ ഡിസീസസും ആണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാനുള്ള സാധ്യത. അപ്പൊ ബാക്ടീരിയനെ മൊത്തം ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വൈറൽ ഡിസീസസ് കാണുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. കൺഫ്യൂഷനോ കാര്യങ്ങളോ ആവശ്യമൊന്നുമില്ല. ഓക്കെ. ക്ലിയർ ആണല്ലോ. ഈ പ്ലേഗ് ഉണ്ടല്ലോ, പ്ലേഗിനെ അറിയപ്പെടുന്നതാണ് ബ്ലാക്ക് ഡെത്ത്. ഓക്കെ. ബ്ലാക്ക് ഡെത്ത് എന്ന് അറിയപ്പെടാറുണ്ട്. കാരണം ഈ പ്ലേഗിലെ ഈ ഒരു ബാക്ടീരിയ വന്നിട്ട് അഫക്ട് ചെയ്തിട്ട് നമ്മുടെ സെൽസ് ഒക്കെ ഡെഡ് ആവുന്നുണ്ട്. നമ്മുടെ ഓർഗൻസ് ഒക്കെ സെൽസ് എല്ലാം ഡെഡ് ആയിട്ട് ബോഡിയിൽ പിഗ്മെന്റേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ അറിയപ്പെടുന്നതാണ് പ്ലേഗ്. അതുപോലെ തന്നെ ഇവിടെ ഒരു വെക്ടർ ഉണ്ട്. വെക്ടർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാറ്റ്സ് ആണ്, എലിയിൽ നിന്നുമാണ് ഇത് പകർന്നു വരുന്നത്. ഏത്? പ്ലേഗ് എന്ന് പറയുന്ന അസുഖം. ഓക്കെ. റാബിസ് നിങ്ങൾക്ക് അറിയാലോ. റാബിസ് എന്താണ്? ഇങ്ങനെയുള്ള നമ്മൾ പറഞ്ഞ ഫോക്സ്, വൂൾഫ്, ഡോഗ്, കാറ്റ് ഇങ്ങനെയുള്ള ജീവികളുടെയൊക്കെ ബൈറ്റ് വഴിയാണ് ഈ സാധനം നമ്മുടെ മീൻസ് എന്താണ് ഇൻഫെക്റ്റഡ് ആകുന്നത്. ഇനി മെയിൻലി ഇൻഫെക്ഷൻ ബാധിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ബ്രെയിനെയാണ്, നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയാണ് ബാധിക്കുന്നത്. ഇനി റാബിസ് ഉള്ളവർ കാണിക്കുന്ന ഒരു സിംറ്റം ആണ് ഹൈഡ്രോഫോബിയ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വെള്ളത്തിനോടുള്ള ഒരു പേടി. അത് കാണിക്കുന്നത് ആ സിംറ്റം നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെയാണ്? റാബിസിന്റെ കേസിലാണ്. ഓക്കെ. റാബിസിന് വേണ്ടിയിട്ട് ഒരു ആന്റി റാബിസ് വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു ആന്റി റാബിസ് വാക്സിൻ കണ്ടുപിടിച്ചത്? ലൂയിസ് പാസ്റ്റർ ആണ്. ഓക്കെ. ലൂയിസ് പാസ്റ്റർ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു? ഒരു ആന്റി റാബിസ് വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആണല്ലോ. സ്മോൾ പോക്സിന് വേണ്ടിയിട്ട് ഒരു വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, സ്മോൾ പോക്സ് വാക്സിൻ. അത് കണ്ടുപിടിച്ചത് ആരായിരുന്നു? എഡ്വേർഡ് ജെന്നർ ആയിരുന്നു. ഓക്കെ. ക്ലിയർ ആണല്ലോ. എഡ്വേർഡ് ജെന്നർ ആയിരുന്നു സ്മോൾ പോക്സിന്റെ വാക്സിൻ കണ്ടുപിടിച്ചത്. ആന്റി റാബിസ് വാക്സിൻ കണ്ടുപിടിച്ചത് ആരായിരുന്നു? ലൂയിസ് പാസ്റ്റർ ആണ്. ഓക്കെ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ബാക്ടീരിയൽ ഡിസീസസ് ഏതാണ്? വൈറൽ ഡിസീസ് ഒത്തിരി ഡിസീസസ് ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ്, അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസീസ് ഏതാ? എയ്ഡ്സ്. ഓക്കെ. അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, HIV കാരണം വരുന്ന അസുഖം എയ്ഡ്സ്. ഓക്കെ. അപ്പം അത് നമ്മുടെ മെയിൻലി നമ്മുടെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ WBC സെൽസിനെയാണ് അത് ബാധിക്കുന്നത്, എയ്ഡ്സ്. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ചെയ്യാം? ഓർത്തിരിക്കാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റേജ് ഓഫ് ദ എംബ്രിയോ ഇൻ വിച്ച് ഓൾ ദ ബോഡി പാർട്സ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ഈസ് കോൾഡ് ഡാഷ്. എല്ലാ ബോഡി പാർട്സും നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്
ആറ് എംബ്രിയോയുടെ സ്റ്റേജ് ഏതാണ്? യൂട്രസ് ആണോ, ഓവുലേഷൻ, ഫീറ്റസ്, സൈഗോട്ട്. സൈഗോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എഗ്ഗും അതുപോലെ തന്നെ സ്പേമും കൂടെ ഫ്യൂസ് ചെയ്ത് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൈഗോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് ബോഡി പാർട്സ് അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പിന്നെ ആൻസർ എന്തുവാ? ഫീറ്റസ്. ഓക്കെ, അപ്പൊ ഫീറ്റസിലാണ് എന്ത് നമുക്ക് എല്ലാ ബോഡി പാർട്സും കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന എംബ്രിയോയുടെ സ്റ്റേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് തന്നെയാണ്? ഫീറ്റസ് തന്നെയാണ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പം ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ പറഞ്ഞ ഈ ഒരു എഗ്ഗും സ്പേമും കൂടെ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. ഈ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെയാണ്? ഫാലോപ്പിയൻ ട്യൂബിലാണ്. ഫാലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഓക്കെ, അങ്ങനെ സൈഗോട്ട് ഫോം ചെയ്തു. ആ സൈഗോട്ട് എന്ത് ചെയ്യും? യൂട്രസിന്റെ ഏതെങ്കിലും ഒരു വശത്തായിട്ട് എന്ത് ചെയ്യും? ഇത് അറ്റാച്ച് ചെയ്യും. ഇങ്ങനെ യൂട്രസിന്റെ ഒരു സ്ഥലത്ത് അറ്റാച്ച് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. ഓക്കെ, പിന്നെയാണ് അവിടെ ഇരുന്ന് അത് എന്തായി? എംബ്രിയോ ആയി, ഫീറ്റസ് ആയിട്ടൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ആര്? സൈഗോട്ട്. ഓക്കെ, അപ്പൊ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നടക്കുന്നത് എവിടെയാണ്? യൂട്രസിലാണ്. ഫെർട്ടിലൈസേഷൻ ഫാലോപ്പിയൻ ട്യൂബിലാണെങ്കിൽ ഇംപ്ലാന്റേഷൻ എവിടെയാണ് നടക്കുന്നത്? യൂട്രസ്. ഇനി അവിടെ ഇരുന്ന് ആ ഇംപ്ലാന്റേഷൻ ഒക്കെ നടന്നു, പിന്നെ അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യുവാണ്. ഒരു കൊച്ച് ഡെവലപ്പായി അതിന്റെ മെച്യൂർ സ്റ്റേജിലോട്ട് എത്തുന്നത് ആ ഒരു പീരീഡിനെ പറയുന്ന പേരാണ് എന്ത്? ജസ്റ്റേഷൻ പീരീഡ്. നമ്മൾ ഹ്യൂമൻസിന്റെ കേസിൽ അപ്രോക്സിമേറ്റ്ലി 9 മാസമാണ്. അത് ഡിപ്പെൻഡ് ചെയ്യും, പല ജീവികൾക്ക് പലതായിരിക്കും. ഓക്കെ, നമുക്ക് അപ്രോക്സിമേറ്റ്ലി 9 മാസമാണ് എന്തെന്ന് പറയുന്നത്? കൊച്ചു മെച്യൂർ ആവാൻ വേണ്ടി എടുക്കുന്നത്. അതിനെ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയും. ഓക്കെ, ഇനി ജസ്റ്റേഷൻ പീരീഡ് കഴിഞ്ഞ ഉടനെ കൊച്ചു എന്ത് ചെയ്യുന്നുണ്ട്? അമ്മയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ആ പ്രോസസ്സിനെയാണ് പാർച്ചുറിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കൊച്ച് അമ്മയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് വരുന്ന പ്രോസസ്സിനെയാണ് പാർച്ചുറിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പാർച്ചുറിഷന് ഒരു കുഞ്ഞ് ചുമ്മാ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്ത് വരൂ? ഇല്ല. നമ്മുടെ ബോഡിയിൽ അത്രയും ചേഞ്ചസ് സംഭവിക്കണം. അതിന് ഹോർമോൺസ് സഹായിക്കുന്നുണ്ട്. പാർച്ചുറിഷന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ലേബർ പെയിനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോർമോണിന്റെ പേരാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓക്സിറ്റോസിനെ ബർത്ത് ഹോർമോൺ എന്ന് അറിയപ്പെടാറുണ്ട്. കാരണം ആ ഒരു കുഞ്ഞ് വരാൻ വേണ്ടിയിട്ട് യൂട്രസിനെ കോൺട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി പാർച്ചുറിഷൻ കഴിഞ്ഞു. എപ്പോഴാണ് കുഞ്ഞ് പുറത്തോട്ട് വരുന്നത്? അപ്പോഴേക്കും അമ്മയിൽ എന്താണ്? മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. മിൽക്ക് എന്ത് ചെയ്യും? ആ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. അങ്ങനെ മിൽക്ക് വരുന്നതിനെയാണ് ലാക്ടേഷൻ എന്ന് പറയുന്നത്. ലാക്ടേഷൻ. ഓക്കെ, അങ്ങനെ ആദ്യമായിട്ട് അമ്മയിൽ നിന്ന് വരുന്ന ആ ഒരു മിൽക്കിനെ പറയുന്ന പേരാണ് കൊളസ്ട്രോൾ. ഓക്കെ, ആദ്യം വരുന്ന മിൽക്കിന് പറയുന്ന പേരാണ് കൊളസ്ട്രം. ഈ കൊളസ്ട്രത്തില് ഏത് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഏത് പ്രോട്ടീൻ ആണ് ഉള്ളതെന്ന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഏത് പ്രോട്ടീൻ ആണ്? IgA. ഓക്കെ, ഈ പ്രോട്ടീന്റെ പേരാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ A. ഓക്കെ, അപ്പൊ ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ A എന്ന് പറയുന്ന പ്രോട്ടീൻ എന്തിനു സഹായിക്കും? ആ കൊച്ചിന് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാണ്ട് ഇമ്മ്യൂണിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, അപ്പൊ ഫെർട്ടിലൈസേഷൻ, ഇംപ്ലാന്റേഷൻ ഒക്കെ എവിടെയാണ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ജസ്റ്റേഷൻ പീരീഡ് അപ്രോക്സിമേറ്റ്ലി 9 മാസമാണ്. പാർച്ചുറിഷൻ എന്ന് പറയുന്ന കൊച്ചു അമ്മയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വരുന്നതാണ്. അതിന് സഹായിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോർമോൺ ആണ് ഓക്സിറ്റോസിൻ. ഓക്കെ, ഇനി ഫസ്റ്റ് വരുന്ന മിൽക്കിനെ പറയുന്ന പേരാണ് കൊളസ്ട്രം. കൊളസ്ട്രത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ഏതാണ്? ഇമ്മ്യൂണോഗ്ലോബുലിൻ A ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the innermost part of a flower is dash, അല്ലെങ്കിൽ is called the dash. Stamen, pistil, petals, sepals. എന്താണ് ആൻസർ എന്ന് പറയുന്നത്? അപ്പൊ ജസ്റ്റ് ഇത് അറിയണമെങ്കിൽ ഇതിന്റെ ബോഡി പാർട്സ് ഒക്കെ നമ്മൾ അറിയണം പ്ലാന്റിന്റെ. ഓക്കെ, അപ്പം പ്ലാന്റിന്റെ മെയിൻലി ഞാൻ റീപ്രൊഡക്റ്റീവ് പാർട്സ് ആണ് ഞാൻ ഈ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് കാണാം. ഇതിനെയാണ് നമ്മൾ സ്റ്റേമൻ എന്ന് പറയുന്നത്. സ്റ്റേമൻ ഇതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പോർഷനെ ഫിലമെന്റ് എന്നും
മുകളിലുള്ള ഈ ഒരു പോർഷനെ ആന്തർ എന്നും പറയും. ആന്തർ. ഓക്കെ, ഈ ആന്തറിലാണ് എന്തുള്ളത്? പൊള്ളൻ ഗ്രെയിൻസ് ഉള്ളത്, പൂമ്പൊടി ഉള്ളത്. ഓക്കെ, ഈ പൂമ്പൊടിയാണ് എവിടെ എത്തിപ്പെടുന്നത്? ഈ ഒരു പോർഷനിൽ. ഓക്കെ, ഇങ്ങനെ വൈഡ് ആയിട്ടിരിക്കുന്ന ഈ ഒരു പോർഷനെ പറയുന്ന പേരാണ് സ്റ്റിഗ്മ. ഈ നീണ്ടിട്ടുള്ള ഈ ഒരു പോർഷൻ സ്റ്റൈൽ. ഓക്കെ, ഇനി ഇതിന്റെ ഉള്ളിലായിട്ട് ഇതെന്താ? ഓവ്യൂൾ എന്ന് നമ്മൾ പറയും, പുറമെ ഓവറി. ഓക്കെ, മൊത്തത്തിൽ ഈ ഒരു പാർട്ടിനെ മൊത്തം പറയുന്ന പേരാണ് പിസ്റ്റൽ. ഓക്കെ, ഇതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത്. ഇതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഓക്കെ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഉള്ളിലോട്ട് ഇരിക്കുന്നത്. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്താണ്? ഇപ്പൊ നമ്മള് ഷൂ ഫ്ലവർ അല്ലെങ്കിൽ എന്താണ് ചെമ്പരത്തി. ഓക്കെ, ചെമ്പരത്തി എടുക്കുവാണെങ്കിൽ ഇത് എന്താണ്? പുറത്തോട്ടായിരിക്കും ഇരിക്കുക, ഇത് കുറച്ച് ഉള്ളിലോട്ടായിരിക്കും. അപ്പൊ ഉള്ളിലോട്ട് കാണപ്പെടുന്നത് ആരെ തന്നെയാണ്? പിസ്റ്റിലിനെ തന്നെയാണ്. ഇന്നർമോസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? പിസ്റ്റിൽ തന്നെയാണ്. ഓക്കെ, ഇനി ഞാനിവിടെ വരച്ചിരിക്കുന്നത് ഒരു പ്ലാന്റിന്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സ്റ്റേമൻ എന്നും, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിസ്റ്റിൽ ആണെന്ന് ഓർത്തിരിക്കുക. സ്റ്റേമന് രണ്ട് പാർട്ടുണ്ട്, ഫിലമെന്റ് ആന്തറും. പിസ്റ്റിലിന്റെ പാർട്സ് ആണ് സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി, ഓവ്യൂൾ എന്ന് പറയും. ഓക്കെ, ഈ പാർട്സ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. പെറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെറ്റൽസ് നമ്മൾ കളർഫുൾ ആയിട്ട് ഇങ്ങനെ കാണുന്നത്, ഇപ്പം ചുമന്ന പോവാണെങ്കിൽ ആ ചുമന്ന കളർ, ആ ഒരു കളർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് പെറ്റൽസ് എന്ന് പറയുന്നത്. സെപ്പൽസ് എന്താണ്? സെപ്പൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചെമ്പരത്തി പൂ തന്നെ ഇവിടെ വന്നിട്ട് ഒരു കുഞ്ഞ് നിങ്ങൾക്ക് ഇല പോലെ ഇങ്ങനെ കാണാൻ പറ്റും. ഗ്രീൻ കളർ തന്നെയായിരിക്കും, ഇല പോലെ കാണാൻ പറ്റും. ഓക്കെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സെപ്പൽസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇന്നർമോസ്റ്റ് പാർട്ട് ഓഫ് എ ഫ്ലവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്ത് തന്നെയാണ്? പെറ്റൽസ് തന്നെയാണ് ആൻസർ എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെൽസ് വേർ ഫസ്റ്റ് ഒബ്സർവ്ഡ് ഇൻ കോർ ബൈ ഡാഷ് ഡാഷ് ഉണ്ട് അവിടെ ഇൻ 1665. ആരാണ് സെല്ലിനെ സത്യം പറഞ്ഞ ആരാണ് കണ്ടുപിടിച്ചതെന്നാണ്? ആരാണ്? റോബർട്ട് ഹൂക്ക്, ആന്റോൺ വോൺ ലുവാൻഹൂക്ക്, തിയോഫ്രാസ്റ്റസ്, എഡ്വേർഡ് ജെന്നർ. ആരാണ് സെല്ലിനെ ഫസ്റ്റ് ഒബ്സർവ് ചെയ്തത്? ആദ്യമായിട്ട് സെല്ലിനെ കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. വർഷം 1665 ആണ്. ആ സെല്ല് കോർക്ക് സെല്ലിനെ ആയിരുന്നു. മീൻസ് ആ സെല്ല് എന്തോ സെല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോർക്ക് സെല്ലായിരുന്നു. ഈ മരത്തിന്റെയൊക്കെ ബാർക്ക് ഉണ്ടല്ലോ, ബാർക്കിൽ കാണപ്പെടുന്ന സെല്ലിനെയാണ് കോർക്ക് സെൽ എന്ന് പറയും. അത് ആക്ച്വലി ഡെഡ് ആയിട്ടുള്ള സെൽസ് ആയിരുന്നു എന്തെന്ന് പറയുന്നത്? കോർക്ക് സെൽസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ സെല്ലിനെ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെയാണ്? റോബർട്ട് ഹുക്ക് ആണ്. വർഷം 1665 ഇനി ആന്റോൺ വോൺ ലുവാൻഹൂക്ക് ആണ് ഫസ്റ്റ് ലിവിങ് സെല്ലിനെ കണ്ടുപിടിച്ചത്. ഓക്കെ, ആദ്യമായിട്ട് ഒരു ലിവിങ് സെല്ലിനെ കണ്ടുപിടിച്ചത് ആരാണ്? ആന്റോൺ വോൺ ലുവാൻഹൂക്ക് ആണ്. ആദ്യമായിട്ട് സെല്ല് കണ്ടുപിടിച്ച ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോബർട്ട് ഹുക്ക് തന്നെയാണ്, സംശയം ഒന്നും വേണ്ട. പക്ഷേ അത് ഡെഡ് ആയിപ്പോയി. അപ്പൊ പിന്നെ നമുക്ക് അറിയണമല്ലോ ആരാണ് ഫസ്റ്റ് ലിവിങ് സെൽ കണ്ടുപിടിച്ചത്. അത് ആരാണ്? ആന്റോൺ വോൺ ലുവാൻഹൂക്ക് ആണ്. വർഷം 1674 ആദ്യമായിട്ട് ഒരു ലിവിങ് സെൽ കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി ആന്റോൺ ലിവിങ് സെൽ മാത്രമല്ല, ബാക്ടീരിയയുടെ സെല്ല്, മൈക്രോ ഓർഗാനിസം ആയിട്ടുള്ള ബാക്ടീരിയയുടെ സെല്ല് കണ്ടുപിടിച്ചതും ആര് തന്നെയാണ്? ആന്റോൺ ആണ്. ഓക്കെ, മൈക്രോ ഓർഗാനിസത്തിലേക്ക് ഒബ്സർവ് ചെയ്തത് ആന്റോൺ ആണ് ആദ്യമായിട്ട്. അപ്പൊ അതുവഴി സത്യം പറഞ്ഞാൽ ആരെയും കണ്ടുപിടിച്ചു? ബാക്ടീരിയൽ സെല്ലിനെയും ആര് കണ്ടുപിടിച്ചു? ആന്റോൺ വോൺ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നോക്കിയേ, തിയോഫ്രാസ്റ്റസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആരാ തിയോഫ്രാസ്റ്റസ് എന്ന് പറയുന്നത്? ഫാദർ ഓഫ് ബോട്ടണി. ബോട്ടണിയുടെ ഫാദർ എന്ന് പറയുന്നത് ആരാണ്? തിയോഫ്രാസ്റ്റസ് ആണ്. പിന്നെ ആരാ? അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത് ആരാണ്? ഫാദർ ഓഫ് ബയോളജി, സുവോളജി. ഓക്കെ, ബയോളജിയുടെയും സുവോളജിയുടെയും ഫാദർ ആരാണ്? അരിസ്റ്റോട്ടിൽ ആണ്. ബോട്ടണിയുടെ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? തിയോഫ്രാസ്റ്റസ് ആണ്. ക്ലിയർ ആണല്ലോ? ലാസ്റ്റ് ഓപ്ഷൻ എഡ്വേർഡ് ജെന്നർ. എഡ്വേർഡ് ജെന്നർ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. എഡ്വേർഡ് ജെന്നർ ആണ് എന്ത് കണ്ടുപിടിച്ചത്? സ്മോൾ പോക്സിന് വേണ്ടിയിട്ടുള്ള വാക്സിൻ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നർ ആണ്. ഓക്കെ, എഡ്വേർഡ് ജെന്നറിനെയാണ് ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി എന്നറിയപ്പെടുന്നത് ആരാണ്? ഈ എഡ്വേർഡ് ജെന്നറിനെയാണ്. ക്ലിയർ ആണല്ലോ? അപ്പം ആദ്യമായിട്ട് സെല്ല് കണ്ടുപിടിച്ചത് ആര്? ആദ്യമായിട്ട് ലിവിങ് സെൽ കണ്ടുപിടിച്ചത് ആര്? ഫാദർ ഓഫ് ബോട്ടണി ആര്? ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി ആര്? അപ്പൊ ഈ പറഞ്ഞതെല്ലാം കണക്ട് ചെയ്ത് എന്ത് ചെയ്യുക? ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിഷസ് ഹാവ് ഡാഷ് ചേംബേഴ്സ് ഓഫ് ഹേർട്ട്.
ഫിഷസിന് എത്ര ചേംബർ ഹേർട്ട് ഉണ്ട്? എത്ര ചേംബർ ഹേർട്ട് ഉണ്ട് ഫിഷിന്? ഫിഷസ് വരുന്നത് വെർട്ടിബ്രേറ്റ്സിലാണ്. ഓക്കെ, അപ്പൊ ഫിഷസിന് എത്ര ചേംബർ ഹേർട്ട് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിഷസിന് 2 ചേംബർ ഹേർട്ട് ആണ് ഉള്ളത്. ഓക്കെ, ഫിഷസിന് എല്ലാം പൊതുവെ 2 ചേംബർ ആണ് ഉള്ളത്. ആംബിബിയൻസോ, ആംബിബിയൻസ് അതേപോലെ തന്നെ റെപ്റ്റൈൽസ് ഓക്കെ, റെപ്റ്റൈൽസ് അതേപോലെ ബേർഡ്സ് വരുന്ന ക്ലാസിഫിക്കേഷനെയാണ് ഏവ്സ് എന്ന് പറയും. പിന്നെ നമ്മള് മാമൽസ്. ഓക്കെ, നമുക്കൊക്കെ എത്ര ചേംബറാണ്? നമ്മുടെ ചേംബർ നിങ്ങൾക്ക് അറിയാം. നമ്മുടെ ഹേർട്ടിന് എത്ര ചേംബർ ഉണ്ട്? 4 ചേംബർ. ബേർഡ്സിനും 4 ചേംബർ, റെപ്റ്റൈലിന് 3 ചേംബർ, ആംബിബിയൻസിനും 3 ചേംബർ ആണ്. ഇനി റെപ്റ്റൈൽസിന് 3 ചേംബർ എന്ന് പറയുമ്പം ഓർത്തിരിക്കുക, റെപ്റ്റൈലിന് ഒരു ജീവി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രോക്കോഡൈലിന് 3 ചേംബർ അല്ല 4 ചേംബർ ഉണ്ട്. ഇതൊരു എക്സെപ്ഷൻ ആയിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഫിഷസിന് പൊതുവെ ആൻസർ എന്താണ്? സി ഓപ്ഷൻ ആണ്. 2 ചേംബർ ഹേർട്ട് ആണുള്ളത്. ആംബിബിയൻസിന് 3, റെപ്റ്റൈൽസിന് 3. ഇനി റെപ്റ്റൈൽസിന്റെ കേസിൽ ക്രോക്കോഡൈലിന് 4 ചേംബറേ ഉള്ളൂ. സോറി, ക്രോക്കോഡൈലിന് 4 ചേംബർ ഉണ്ട്. ബേർഡ്സിന് 4 ചേംബർ, അതേപോലെ തന്നെ മാമൽസിന് എത്രയാണ്? 4 ചേംബർ ആണ്. ഓക്കെ, അപ്പൊ ചേംബേഴ്സിന്റെ എണ്ണം കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ എക്സാമിന് ചോദിക്കാറുണ്ട്. Next question. In humans, the digestion of carbohydrates like starch begins in which of the following parts? Okay. Digestion of carbohydrates like starch. Starchന്റെ ഒക്കെ ഡൈജഷൻ സത്യം പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? റെക്ടം, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ഈസോഫാഗസ്, ബക്കൽ കാവിറ്റി. ഓക്കെ, ഡൈജഷൻ എന്ന് പറയുന്ന സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നതേ എവിടെ തന്നെയാണ്? ബക്കൽ ക്യാവിറ്റിയിലാണ്. ഓക്കെ, അപ്പൊ ബക്കൽ ക്യാവിറ്റിയിൽ വെച്ച്, അല്ലാണ്ട് സ്റ്റൊമക്കിൽ ചെന്നിട്ട് അവിടെയാണ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയല്ല. ഡൈജഷൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ തന്നെയാണ്? നമ്മുടെ വായിൽ വെച്ചിട്ട് തന്നെ, ബക്കൽ ക്യാവിറ്റിയിൽ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഡൈജഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ബക്കൽ ക്യാവിറ്റിയിൽ സത്യം പറഞ്ഞാൽ ആരുടെ ഡയറക്ഷൻ ആണ് നടക്കുന്നത്? കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള സ്റ്റാർച്ചിന്റെ ഡയറക്ഷൻ ആണ്, ഡൈജഷൻ ആണ്. ഓക്കെ, സ്റ്റാർച്ച് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്? സ്റ്റാർച്ച് ഗ്ലൂക്കോസ് ആയിട്ട്. സത്യം പറഞ്ഞാൽ ആദ്യം മൾട്ടോസ് ആണ്, പിന്നെയാണ് അത് ഗ്ലൂക്കോസ് ആവുന്നത്. അപ്പൊ എന്തായാലും എക്സാമിന് ഗ്ലൂക്കോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഗ്ലൂക്കോസ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. മൾട്ടോസ് ആണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ സ്റ്റാർച്ചിന്റെ കൺവേർഷൻ ഫസ്റ്റ് നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ ബക്കൽ ക്യാവിറ്റി അല്ലെങ്കിൽ നമ്മുടെ മൗത്തിലാണ്. ഇനി ഇതിന് ഒരു എൻസൈം സഹായിക്കുന്നുണ്ട്. ആ എൻസൈമിന്റെ പേര്, ആ എൻസൈം എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സലീവയിൽ തന്നെ ഉള്ളതാണ്. ആ എൻസൈമിന്റെ പേരാണ് സലീവറി അമിലേസ്. ഓക്കെ, അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരുണ്ട്, തൈലിൻ. ഓക്കെ, സലീവറി അമിലേസ് അല്ലെങ്കിൽ തൈലിനാണ് എന്തിനു സഹായിക്കുന്നത്? സ്റ്റാർച്ച് മാൾട്ടോസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ആയി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ബക്കൽ ക്യാവിറ്റിയിലാണെന്നും ഡൈജഷൻ അവസാനിക്കുന്നത് നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിലാണെന്നും ഓർത്തിരിക്കാം. ഓക്കെ, ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ബക്കൽ ക്യാവിറ്റിയിലാണെങ്കിൽ ഡൈജഷൻ അവസാനിക്കുന്നത് എവിടെയാണ്? സ്മോൾ ഇൻറ്റെസ്റ്റൈനിലാണ്. ഓക്കെ, ഇനി നമ്മുടെ സലീവയിൽ സലീവറി അമിലേസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി അവിടെ സ്റ്റാർച്ചിന്റെ കൺവേർഷൻ ആണ് നടന്നത്. ഇനി നേരെ ഈ ഫുഡ് പോകുന്നത് എങ്ങോട്ടാ? നമ്മുടെ സ്റ്റൊമക്കിലോട്ടാണ്. സ്റ്റൊമക്കിലെ മെയിൻ ആയിട്ടുള്ള എൻസൈംസ് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ പെപ്സിനും റെനിനും ആണ്. ഓക്കെ, ഈ പെപ്സിനും റെനിനും മെയിൻലി എന്തിനാ സഹായിക്കുന്നത്? പ്രോട്ടീൻ കൺവേർഷന് വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. ഓക്കെ, പ്രോട്ടീന് ചെറുതാക്കുക അതിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന എൻസൈമുകളാണ് ആര്? പെപ്സിനും റെനിനും. റെനിൻ മെയിൻലി മിൽക്കിലുള്ള പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. മിൽക്ക് പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ആര് സഹായിക്കുന്നേ? റെനിൻ സഹായിക്കുന്നത്. എന്തായാലും രണ്ടുപേരുടെയും ഫംഗ്ഷൻ എന്ത് തന്നെയാണ്? പ്രോട്ടീൻ കൺവേർഷൻ തന്നെയാണ്. ഇനി ഇതും കൂടെ എന്ത് ചെയ്യും? സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ ചെല്ലും. സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ മെയിൻലി ഉള്ള എൻസൈംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ട്രിപ്സിനും അമിലേസും ലിപ്പേസും ആണ്. ഓക്കെ, ഈ 3 എൻസൈംസ് ആണ്. ട്രിപ്സിൻ പ്രോട്ടീൻ കൺവേർഷൻ സഹായിക്കും, അമിലേസ് കാർബോഹൈഡ്രേറ്റ് കൺവേർഷൻ സഹായിക്കും, ലിപ്പേസ് ഫാറ്റ്. ഓക്കെ, മെയിൻ ആയിട്ട് എന്തൊക്കെയുള്ള? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഇവിടെയാണ് പ്രോട്ടീൻ. ഓക്കെ, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്.
മെയിൻലി ഈ 3 കാര്യങ്ങളാണ് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഉണ്ടാവുക. അതിനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ട്രിപ്സിൻ പ്രോട്ടീൻ എന്താക്കും? അമിനോ ആസിഡ് ആക്കും. അമിലേസ് കാർബോഹൈഡ്രേറ്റിനെ ഗ്ലൂക്കോസ് ആക്കിക്കോളും. ലിപ്പേസ് ഫാറ്റിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റും. ഓക്കെ, ഈ ഒരു പ്രോസസ്സോട് കൂടി ഡൈജഷൻ കംപ്ലീറ്റ് ആവും. എവിടെ വെച്ചിട്ട്? നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിയിൽ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ മൗത്തിലുള്ള എൻസൈം സലൈവറി അമിലേസ് അല്ലെങ്കിൽ തൈലിനാണ് ഓർത്തിരിക്കുക. സ്റ്റൊമക്കിൽ മെയിൻലി പെപ്സിനും റെനിനും ആണ്. സ്മോൾ ഇൻഡസ്ട്രിയിൽ ട്രിപ്സിനും അമിലേസും ലിപ്പേസും ആണ് ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In which of the following parts of human body is the masseter muscle located? Masseter muscle എവിടെയാണ് ചോദിച്ചിരിക്കുന്നത്? എവിടെയാണ്? ഹാൻഡ്, തൈ, ജോ, ചെസ്റ്റ്. എവിടെയാണ് മാസെറ്റർ മസിൽ എന്ന് പറയുന്നത്? നമ്മുടെ ജോയിലുള്ളത്. നമ്മുടെ ജോയിലുള്ള മസിലിനെയാണ് എന്തെന്ന് പറയുന്നത്? മാസെറ്റർ മസിൽ എന്ന് പറയും. ഓക്കെ, തൈലുള്ളത് ഏതാ? തൈലുള്ള മസിലാണ് സാർട്ടോറിയസ് മസിൽ. സാർട്ടോറിയസ് മസിൽ. ഈ സാർട്ടോറിയസ് മസിലാണ് ഏറ്റവും എന്താണ് നീളമുള്ള മസിൽ എന്ന് പറയുന്നത്. ഈ സാർട്ടോറിയസ് മസിലാണ്. ഏറ്റവും വലിയത് എവിടെയാണ്? ഏറ്റവും ലാർജസ്റ്റ് മസിൽ ആ നമ്മുടെ ഹിപ്പിലാണ്. ഓക്കെ, അതിനെ പറയുന്നതാണ് ഗ്ലൂട്ടിയസ് മസിൽ എന്ന് പറയും. ഗ്ലൂട്ടിയസ് ഈ നമ്മുടെ ഹിപ്പിലാണ് ഉള്ളത്. ഇതാണ് ലാർജസ്റ്റ്. സ്മോളസ്റ്റ് മസിൽ ഏതാ? അത് സ്റ്റേപ്പിഡിയസ് ആണ്. സ്റ്റേപ്പിഡിയസ് നമ്മുടെ ചെവിയിലുള്ള മസിലാണ്. അതാണ് ഏറ്റവും സ്മോളസ്റ്റ് മസിൽ. ഓക്കെ, മസിൽ എന്ന് പറയുമ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് ബോണും ഏത് തന്നെയാണ്? സ്റ്റേപ്പിസ്. ഓക്കെ, ബോണിന്റെ പേര് സ്റ്റേപ്പിസും മസിലിന്റെ പേര് എന്താണ്? സ്റ്റേപ്പിഡിയസും. ഓക്കെ, അപ്പൊ ഏറ്റവും സ്മോളസ്റ്റ് മസിൽ ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേപ്പിഡിയസും, ഏറ്റവും സ്മോളസ്റ്റ് ബോൺ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? സ്റ്റേപ്പിസും ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഏറ്റവും ലാർജസ്റ്റ് ലോങ്സ്റ്റ് ബോൺ ഏതാ? അത് നമ്മുടെ തൈയിലുള്ള ബോൺ ആണ്. അതിന്റെ പേരാണ് എന്ത്? ഫീമർ. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? നമ്മുടെ സ്കള്ളില് എത്ര ബോൺസ് ഉണ്ട് എന്ന് അറിയാമോ? നമ്മുടെ സ്കള്ളില് മൊത്തം എത്ര ബോൺസ് ഉണ്ട്? 29 ബോൺസ് ഉണ്ട്. ഓക്കെ, എന്ന് പറയുമ്പോ ക്രേനിയത്തില് 8, പിന്നെ നമ്മുടെ ഫേസില് 14, ഫേഷ്യലില് നമുക്ക് 14 ബോൺസും, അതുപോലെ തന്നെ നമ്മുടെ ഒരു ചെവിയില് 3 ബോൺസ്, അപ്പൊ 2 ചെവിയിലും കൂടെ 6 ബോൺസ്. പിന്നെ നമ്മുടെ എന്താണ് ഇവിടെ ആയിട്ട് ഒരു യു ഷേപ്പിൽ ഒരു ബോൺ ഉണ്ട്. അതിനെയാണ് ഹയോഡ് ബോൺ എന്ന് പറയുന്നത്. അതൊന്ന്. മൊത്തത്തിൽ എത്രയാണ്? 29 ബോൺസ് നമ്മുടെ ഒരു തലയോട്ടി സ്കള്ളില്. ഓക്കെ, 29 ബോൺസ് എന്ന് പറയുമ്പോൾ അതിൽ ചെവിയിലെ ബോണും ഹയോഡിനെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് 29. ഓക്കെ, അല്ലെങ്കിൽ 22 എണ്ണേ വരത്തുള്ളൂ. പിന്നെ നമ്മുടെ വെർട്ടിബ്രൽ കോളം, നമ്മുടെ നട്ടല്, നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിൽ എത്ര ബോൺസ് ഉണ്ട്? ഫ്യൂസ് ചെയ്യാതെ 33 എണ്ണം ഉണ്ട്. ഫ്യൂസ് ചെയ്തിട്ടാണെങ്കിൽ 26 ബോൺസ് ഉണ്ട്. പിന്നെ നമ്മുടെ വാരിയല്, നമ്മുടെ റിപ്സിൽ എത്ര ബോൺസ് ഉണ്ട്? 24 ബോൺസ് ഉണ്ട്. ഓക്കെ, റിപ്സ് വന്ന് ഫ്രണ്ടിൽ ചേരുന്ന ഒറ്റ ബോണിനെ പറയുന്ന പേരാണ് സ്റ്റെർണം. ഓക്കെ, അപ്പൊ റിപ്സ് മൊത്തത്തിൽ 12 പേർ അല്ലെങ്കിൽ 24 ബോൺസ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ബോൺസിന്റെ ഒക്കെ എണ്ണം ജസ്റ്റ് എന്ത് ചെയ്യുക? വലുതാര് ചെറുതാര് ഇത്രയൊക്കെയാണ് എണ്ണം നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുക എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which among the following is phanerogams, flowering and seed bearing plants? Phanerogams എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സീഡ് ബിയറിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ തന്നെയാണ് ഫെനറോഗ്യാംസ് എന്ന് പറയുന്നത്. സീഡ് ഇല്ലാത്തവര് നമ്മൾ എന്തെന്നാ പറയുന്നത്? ക്രിപ്റ്റോഗ്യാംസ് എന്ന് പറയും. ഓക്കെ, സീഡ് ഇല്ലാത്തവര് നമ്മൾ ക്രിപ്റ്റോഗ്യാംസ് എന്നും, സീഡ് ഉള്ളവര് നമ്മൾ ഫെനറോഗ്യാംസ് എന്ന് പറയും. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫെനറോഗ്യാം ആണ് ഫ്ലവറിംഗ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, ഇത് പ്ലാന്റ് കിങ്ഡം ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പ്ലാന്റ്സിനെ പൊതുവെ 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് സീഡ് ഇല്ലാത്തവർ, അതാണ് ക്രിപ്റ്റോഗ്യാംസ്. പിന്നെ സീഡ് ഉള്ളവര്, അതാണ് ഫെനറോഗ്യാംസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ സീഡ് ഇല്ലാത്തവരുടെ കേസിൽ 3 പേര് നിങ്ങൾ പഠിക്കണം. ഒന്ന് താലോഫൈറ്റ്. ഓക്കെ, താലോഫൈറ്റ് ഇവിടെ പേരുണ്ട്. 2 ബ്രയോഫൈറ്റിന്റെ പേര് ഇവിടെ ഉണ്ട്. 3ാമത് ടെർലോഫൈറ്റ് ആണ്. ഓക്കെ, ഇനി ഫെനറോഗ്യാംസ് എന്ന് പറഞ്ഞാൽ സീഡ് ഉള്ളവരാണല്ലോ. സീഡ് ഉള്ളവര് 2 പേരുണ്ട്. ആരൊക്കെയാണ്? ജിംനോസ്പോംസും
ജിംനോസ്പോംസും അതേപോലെ തന്നെ എന്താണ് ആൻജിയോസ്പോംസും ആണ്. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് among the following is phanerogamം flowering and seed bearing plant. ഓക്കെ, ഇത് എനിക്കൊന്ന് ഓപ്ഷനിൽ എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ജിംനോസ്പോമിന് എന്ത് മാത്രമേ ഉള്ളൂ? സീഡ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഫ്ലവറിംഗ് ആയിട്ടുള്ള ഫ്ലവറിങ്ങും സീഡ് ബിയറിംഗും ആയിട്ടുള്ള ഒരേ ഒരാൾ ആര് മാത്രമാണ്? ആൻജിയോസ്പോം ആണ്. ആൻജിയോസ്പോം ആണ് എന്തെന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇത് നിങ്ങളൊന്ന് തിരിച്ചിരുന്നാൽ മതി. എന്താണ് ഫെനറോഗാംസ് എന്ന് പറയുമ്പോൾ രണ്ടുപേര് വരും. ആരൊക്കെയാ? ജിംനോയും വരും, ആൻജിയോയും വരും. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫ്ലവറിംഗ് ആണ്. ഫ്ലവറിംഗ് ആണ്, സീഡും ഉണ്ട്. സീഡ് ജിംനോയ്ക്കുണ്ട്, ആൻജിയോയ്ക്കും സീഡുണ്ട്. ജിംനോയ്ക്ക് ഫ്ലവർ ഇല്ല. ഫ്ലവർ ആർക്ക് മാത്രമേ ഉള്ളൂ? ആൻജിയോയ്ക്ക് മാത്രമേ എന്തുള്ളൂ? ഫ്ലവർ ഉള്ളൂ. അപ്പൊ ഫ്ലവർ ഉള്ള സീഡ് ബിയറിംഗ് ആയിട്ടുള്ളത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ആൻജിയോസോംസ് ആണെന്ന് ഓർത്തിരിക്കുക. ജിംനോസോംസിന് ഫ്ലവർ അല്ല, അവർക്ക് എന്താ ഉള്ളത്? അവർക്ക് സീഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും ഈ ഒരു 5 എണ്ണമാണ് മെയിൻ ആയിട്ട് പ്ലാന്റ് കിങ്ഡത്തിൽ വരുന്ന പ്ലാന്റ്സ് ആയിട്ട് പഠിച്ചു വെച്ചേക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ ഇതിന്റെ എക്സാമ്പിൾസും ഉണ്ട്. അപ്പൊ എക്സാമ്പിൾസും ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോന്നിന്റെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എക്സാമ്പിൾസും എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, മോസ്കിറ്റോ ബിലോങ് ടു ദ ഫൈലം ഓഫ് ഡാഷ്. ഏത് അനിമൽ കിങ്ഡത്തിൽ ഏത് ഫൈലത്തിലാണ് മോസ്കിറ്റോ വരുന്നത്? മോസ്കിറ്റോ നിങ്ങൾക്ക് അറിയാം. മോസ്കിറ്റോ എന്ന് പറയുമ്പോൾ ഇൻസെക്റ്റുകളാണ്. ഇൻസെക്ട് എല്ലാം വരുന്ന ഫൈലം ഏത് തന്നെയാണ്? ആർത്രോപോഡയാണ്. ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഫൈലമാണ് ഏതെന്ന് പറയുന്നത്? ആർത്രോപോഡ. കാരണം എന്താണ്? എല്ലാ ഇൻസെക്റ്റുകളും വരുന്നത് ആർത്രോപോഡയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും ലാർജസ്റ്റ് ഫൈലം. സെക്കൻഡ് ലാർജസ്റ്റ് ആരാ? മൊളസ്കയാണ്. ഓക്കെ, മൊളസ്കയിൽ ഒരു ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ഉണ്ട്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് സ്നെയിൽ. ഓക്കെ, സ്നെയില് അതേപോലെ തന്നെ ഒക്ടോപ്പസ്, പിന്നെ കണവ, സ്ക്വിഡ്, ഇങ്ങനെയുള്ള ജീവികളൊക്കെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഏതിലാണ്? മൊളസ്കയിലാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ആർത്രോപോഡയിലാണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഫൈലോ, അതുപോലെ തന്നെ ഇൻസെക്റ്റുകൾ എല്ലാം വരുന്നത്. ഓക്കെ, ഇനി ടീനോഫോറയിലുള്ള ജീവികള് ഈ ഒരു രീതിയിലാണ് ഇവരെ കാണുന്നത്. ഓക്കെ, റൗണ്ട് ആയിട്ട് പന്ത് പോലെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ഇവരെ അറിയപ്പെടുന്നതാണ് സീ വാൾനട്ട്, അതേപോലെ തന്നെ കോമ്പ് ജെല്ലീസ്. 2 വശത്തും ഇങ്ങനെ ചീപ്പ് പോലെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കോമ്പ് ജെല്ലീസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ ടീനോഫോറയിലുള്ള ജീവികളാണ്. ഓക്കെ, കോർഡേറ്റയിൽ ആര് വരുന്നേ? നമ്മള് വരുന്നത്. ഓക്കെ, ഒരു കോർഡേറ്റ ആവണമെങ്കിൽ അവർക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, കോർഡേറ്റ ആണെങ്കിൽ അവരുടെ ഈ ഒരു ഡോർസൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക് വശം ഉണ്ടല്ലോ, അതാണ് ഡോർസൽ. അവരുടെ ഡോർസൽ ഏരിയയിൽ ഇങ്ങനെ റോഡ് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. അതിനാണ് നോട്ടോകോഡ് എന്ന് പറയും. ഓക്കെ, അതിന് പുറകെ വീണ്ടും ഒരു റോഡ് പോലത്തെ സ്ട്രക്ചർ കാണും, അതാണ് നെർവ് കോഡ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗിൽ സ്ലിറ്റ്സ്. ഓക്കെ, ഗിൽ സ്ലിറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പെയേർഡ് ആണ്, പെയേർഡ് ഗിൽ സ്ലിറ്റ്സ് ആണ്. 2 എണ്ണം ഉണ്ട്. ഇപ്പൊ ഈ ഒരു ജീവിയുടെ നിങ്ങൾ ഒരു വശമാണ് കാണുന്നത്, അപ്പുറം വശമുണ്ട്, അവിടെ ഒരു ഗിൽ സ്ലിറ്റും കൂടെ ഉണ്ട്. അപ്പൊ പെയേർഡ് ഗിൽ സ്ലിറ്റ്സ്. അപ്പൊ ഈ 3 എണ്ണം എന്ന് പറയുന്നത് എന്താണ്? കോർഡേറ്റയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. നമുക്ക് നോട്ടോകോഡ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടായിരുന്നു, എംബ്രിയോ സമയത്തായിരുന്നു. പിന്നെ നമ്മുടെ നോട്ടോകോഡ് എന്തായിട്ട് മാറി? നമ്മുടെ വെർട്ടിബ്രൽ കോളമായിട്ട് മാറി. നെർവ് കോഡ് നമുക്ക് ഉണ്ടായിരുന്നു. നെർവ് കോഡും എന്തായിട്ട് ഡെവലപ്പ് ചെയ്തു? നമ്മുടെ സ്പൈനൽ കോഡ്, നമ്മുടെ ബ്രെയിൻ ഒക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്തത് ഈ നെർവ് കോഡാണ്. അപ്പൊ നോട്ടോകോഡും നെർവ് കോഡ്, പെയേർഡ് ഗിൽ സ്ലിറ്റ്സ്, ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഉള്ള അനിമൽസിനെ മാത്രമാണ് ഏതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? കോർഡേറ്റയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളും ഇതിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, അനിമൽ കിങ്ഡത്തിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? നോട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് among the following mineral is essential for the synthesis of thyroid hormone? തൈറോയ്ഡ് റിലീസ് ചെയ്യുന്ന ഹോർമോണിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? തൈറോക്സിൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ തൈറോയ്ഡ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. ഓക്കെ, എൻഡോക്രൈൻ സിസ്റ്റത്തില്
വരുന്ന ഗ്ലാൻഡ് ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ തൈറോയിഡ് എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മുടെ ബോഡിയിലെ ഏറ്റവും ലാർജസ്റ്റ് ഗ്ലാൻഡ് ആരാ? ലിവർ. ഓക്കെ, ഏറ്റവും ലാർജസ്റ്റ് ഗ്ലാൻഡ് ലിവർ തന്നെയാണ്. എന്നാലും ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നമ്മുടെ തൈറോയിഡ് ആണ്. തൈറോയിഡ് റിലീസ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരാണ് തൈറോക്സിൻ. നമ്മുടെ തൈറോയിഡ് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരിക്കേണ്ട എലമെന്റ് അല്ലെങ്കിൽ മിനറൽ ആരാ? അയഡിൻ ആണ്. ഓക്കെ, അയഡിൻ കിട്ടാതെ വരുമ്പോ ഈ തൈറോയിഡ് എന്ത് ചെയ്യും? ഇതിങ്ങനെ വീർത്ത് ചെയ്ത് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ സംഭവിച്ച് പുറത്തോട്ട് ഇങ്ങനെ ഉന്തി വരും. ഓക്കെ, അപ്പം ഇത് ഈ ഒരു അസുഖത്തിന് പറയുന്ന പേരാണ് എന്ത്? ഗോയിറ്റർ എന്ന് പറയും. ഗോയിറ്റർ. ഓക്കെ, ഈ ഒരു നമ്മുടെ തൈറോയിഡിൽ ഇൻഫ്ലമേഷൻ സംഭവിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗോയിറ്റർ എന്ന് പറയും. ഓക്കെ, അപ്പൊ തൈറോയിഡ് റിലീസ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ഹോർമോൺ തൈറോക്സിൻ ആണെന്നും തൈറോയിഡ് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരിക്കേണ്ട എലമെന്റ് എന്ന് പറയുന്ന അയഡിൻ ആണെന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അതേപോലെ തന്നെ എൻഡോക്രൈൻ സിസ്റ്റത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഗ്ലാൻഡ് ആണ് ഏതെന്ന് പറയുന്നത്? തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ? തൈറോയിഡ് റിലീസ് ചെയ്യുന്ന തൈറോക്സിൻ ആണ് തൈമസ്. തൈമസ് എന്ന് പറയുന്ന ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്നത് എന്താണ്? തൈമോസിൻ ആണ്. ഓക്കെ, തൈമോസിൻ എന്നാ പറയുന്നത്. ഇത് തൈറോക്സിൻ, ഇതെന്താണ്? തൈമോസിൻ. എന്തിനു വേണ്ടിയിട്ടാ? ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പീനിയൽ ഗ്ലാൻഡ്, നമ്മുടെ തലയിലുള്ള തേർഡ് ഐ എന്നൊക്കെ അറിയപ്പെടുന്ന പീനിയൽ ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്ന ഏതാണ്? മെലാറ്റോണിൻ എന്ന് പറയും. മെലാറ്റോണിൻ. ഓക്കെ, മെലാറ്റോണിൻ ഹോർമോൺ. ഇനി ഈ പീനിയൽ ഗ്ലാൻഡ് ആണ് എന്ത്? ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ദിവസം നമ്മൾ രാത്രി ആകുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഉറക്കം വരും, അല്ലെങ്കിൽ രാവിലെ തന്നെ നമ്മൾ എണീക്കും. ഇങ്ങനെ ബയോളജിക്കലി അത് നോർമലായിട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ പീനിയൽ ഗ്ലാൻഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് ബയോളജിക്കൽ ക്ലോക്ക് എന്നും അറിയപ്പെടുന്നത്. ഓക്കെ, എന്തായാലും റിലീസ് ചെയ്യുന്ന ഹോർമോണിന്റെ പേര് എന്താണ്? മെലാറ്റോണിൻ ആണ്. ഓക്കെ, അഡ്രീനൽ ഗ്ലാൻഡ്. അഡ്രീനൽ ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? അഡ്രിനാലിൻ. ഓക്കെ, അഡ്രിനാലിൻ. അഡ്രിനാലിൻ ആണ് അഡ്രീനൽ ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്നത്. പാൻക്രിയാസ് റിലീസ് ചെയ്യുന്നതോ? പാൻക്രിയാസ് റിലീസ് ചെയ്യുന്ന ഒത്തിരി ഹോർമോൺസ് ഉണ്ട്. എന്നാലും നിങ്ങൾക്ക് അറിയാവുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോർമോൺ ആണ് ആര്? ഇൻസുലിൻ. ഓക്കെ, നമ്മുടെ ബ്ലഡിലെ ഷുഗർ ലെവൽ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോൺ ആണ് ഏതെന്ന് പറയുന്നത്? ഇൻസുലിൻ എന്ന് പറയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Which of the following does not fall under non-coordinator? Non-coordinator വരാത്തത് ആരാണ്? നോക്കിയേ, അനലിഡ നോൺ കോർഡിനേറ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, കോർഡിനേറ്റ എന്ന് പറഞ്ഞാല് അതിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോട്ടോ കോഡ്, നെർവ് കോഡ്, അതേപോലെ എന്താണ് ഗിൽ സ്ലിറ്റ്സും വേണം. ഓക്കെ, ഇതൊന്നും ആർക്കും ഇല്ല, അനലിഡക്കില്ല. അതുകൊണ്ട് ഇതൊരു നോൺ കോർഡിനേറ്റ് ആണ്. പോരിഫറി എന്താണ്? ഒരു നോൺ കോർഡിനേറ്റ് ആണ്. വെർട്ടിബ്രേറ്റ് എന്തല്ല? നോൺ കോർഡിനേറ്റ് അല്ല. ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. മൊളസ്ക എന്താണ്? നോൺ കോർഡിനേറ്റ് ആണ്. ഓക്കെ, അപ്പം അനിമൽ കിങ്ഡത്തിൽ വരുന്നതാണ് പോരിഫറ, സീലൻഡ്രേറ്റ, ടീനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്, ആഷ്ഹെൽമിന്തസ്, അനലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കിനോഡെർമേറ്റ, ഹെമികോർഡിനേറ്റ. ഞാനിപ്പോ പറഞ്ഞത് 10 എണ്ണം ഞാൻ പറഞ്ഞു. ഈ 10 പേരും എന്താണ്? നോൺ കോർഡിനേറ്റുകളാണ്. 11ാമത്തതാണ് കോർഡിനേറ്റ് വരുന്നത്. കോർഡിനേറ്റയുടെ ഉള്ളിലാണ് ആര് വരുന്നത്? വെർട്ടിബ്രേറ്റ്സ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പം ഈ 10 പേര്, ഞാൻ ഈ പറഞ്ഞ 10 പേര് എന്താണ്? നോൺ കോർഡിനേറ്റുകളാണെന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി അനലിഡ ഉണ്ടല്ലോ, അനലിഡയുടെ ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ആണ് ആരെന്ന് പറയുന്നത്? എർത്ത് വേം എന്ന് പറയുന്നത്. എർത്ത് വേം. എർത്ത് വേം മാത്രമല്ല, മറ്റേ ചോര കുടിക്കുന്ന, നിങ്ങൾക്ക് കൊളയട്ടേന്ന് അറിയാലോ, അത് കൊളയട്ട. അതിനെ പറയുന്നതാണ് ഹെറുഡിനേറിയ. ഹെറുഡിനേറിയ അല്ലെങ്കിൽ ബ്ലഡ് സക്കിംഗ് ലീച്ച്. പിന്നെ ഒരു ജീവി കൂടെ ഓർത്തിരിക്കാൻ, വീറസ്. ഇത് 3 എണ്ണം എന്താണ്? അനലിഡയുടെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, പോരിഫർ ഏതാണ്? സൈക്കൺ, സ്പോഞ്ചില്ല, യൂസ്പോഞ്ചിയ, ഇതൊക്കെ ആരുടെ എക്സാമ്പിൾസാ? പോരിഫറ. പോരിഫറ എന്ന് പറയുന്ന ജീവിയുടെ ബോഡി ഫുൾ ഹോൾസ് ആണ്, നിറച്ച ഹോൾസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവരെ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? സ്പോഞ്ചസ്. ഓക്കെ, മൊളസ്ക നമ്മൾ പറഞ്ഞു, ഏറ്റവും സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഫൈലമാണ് മൊളസ്ക. മൊളസ്കയുടെ ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ആണ് സ്നെയിൽ. ഓർത്തിരിക്കുക. ഓക്കെ, സ്നെയിലിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അവർക്ക് അവരുടെ സെക്സ് എന്ത് ചെയ്യാൻ പറ്റും? ഓൾട്ടർ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ സ്നെയിലിനെ നമുക്ക് സെക്സ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, കാരണം അവർക്ക് സെക്സ് ഇപ്പൊ മെയിൽ ഫീമെയിൽ ആവാനും ഫീമെയിൽ മെയിൽ ആവാനും പറ്റും. അതാണ് സെക്സ് ആൾട്ടർ ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? സ്നെയിൽസിലുണ്ട് എന്ന് ഓർത്തിരിക്കുക.
Okay, next question. Where are villi present in the human alimentary canal? Human alimentary canal എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മൗത്ത് മുതൽ ഏനസ് വരെയുള്ള പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? alimentary canal എന്ന് പറയുന്നത്. ഏകദേശം 9 മീറ്ററോളം വരും. ആവറേജ് ആണ്. ആവറേജ് 8 മുതൽ 10 വരെ ആവാം. ഓക്കെ, ഏകദേശം ആവറേജ് 9 മീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ alimentary canal എന്ന് പറയും. അതില് വില്ലി വരുന്നത് എവിടെയാണ്? alimentary canal എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? മൗത്ത്, അതേപോലെ തന്നെ ഈസോഫാഗസ് വരുന്നുണ്ട്. ഓക്കെ, ഈസോഫാഗസിന്റെ ഇടയ്ക്ക് ഒരു പോർഷൻ ഉണ്ട്, ഫാരിങ്സ് എന്ന് പറയും. ഓക്കെ, ഞാൻ പറഞ്ഞില്ല. ഫാരിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പം എടുക്കുന്ന ഫുഡ് നമ്മൾ എയറും എടുക്കുമല്ലോ, ഇത് രണ്ടും കൂടെ എത്തുന്ന ഒരു കോമൺ സ്ഥലമാണ്. സ്ഥലത്ത് ചെന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫാരിങ്സിൽ വന്നിട്ട് 2 ട്യൂബായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ലങ്സിലോട്ടാ പോകുന്നത്, ആ ട്യൂബിന്റെ പേര് എന്താ? ട്രക്കിയ. അടുത്തത് നേരെ നമ്മുടെ സ്റ്റൊമക്കിലോട്ടാ പോകുന്നത്, ആ ട്യൂബിന്റെ പേരാണ് ഈസോഫാഗസ്. ഓക്കെ, എന്തായാലും നമ്മള് alimentary canal ആയിട്ട് നേരെ ഇനി പോകുന്നത് എങ്ങോട്ടാ? സ്റ്റൊമക്കിലോട്ടാ, ലങ്സിലോട്ടല്ല. ഓക്കെ, ലങ്സ് റെസ്പിറേറ്ററി സിസ്റ്റം ആണ്. ഓക്കെ, സ്റ്റൊമക്കിൽ നിന്നും എങ്ങനെയാണ്? ഇൻഡസ്റ്റൈൻ. ഏത് ഇൻഡസ്റ്റൈൻ ആണ്? സ്മോൾ ഇൻഡസ്റ്റൈൻ. ഓക്കെ, സ്മോൾ ഇൻഡസ്റ്റൈനിൽ നിന്നും ലാർജ് ഇൻഡസ്റ്റൈൻ. ഓക്കെ, ലാർജ് ഇൻഡസ്റ്റൈൻ അവസാനിക്കുന്ന ഓപ്പണിംഗ് ആണ് ഏതെന്ന് പറയുന്നത്? ഏനസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ മൗത്ത് മുതൽ ഏനസ് വരെയുള്ള ഈ ഫുൾ പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? alimentary canal എന്ന് പറയും. ഇതിലെ സ്മോൾ ഇൻഡസ്റ്റൈൻ ആണ് alimentary canalന്റെ ഏറ്റവും നീളം കൂടിയ ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? സ്മോൾ ഇൻഡസ്റ്റൈൻ ആണ്. ഈ സ്മോൾ ഇൻഡസ്ട്രിയിലാണ് നമുക്ക് വില്ലി എന്ന് പറയുന്നത് എന്താണ്? ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ്. അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സ്മോൾ ഇൻഡസ്ട്രിയിലുള്ള ഫീച്ചർ മീൻസ് ആ സ്മോൾ ഇൻഡസ്ട്രിയിൽ കാണാൻ പറ്റുന്ന ഫീച്ചർ ആണ് എന്തെന്ന് പറയുന്നത്? ഈ ഒരു വില്ലി എന്ന് പറയുന്നത്. വില്ലിയും കൂടെ ഉണ്ടെങ്കിൽ അതുവഴി ഇപ്പം ഓക്കെ ഇങ്ങനെ വില്ലീസ് നിൽക്കുവാണ്, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ. ഇവിടെ നിന്ന് ഫുൾ അബ്സോർബ് ചെയ്തൂടെ? അപ്പം അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സ്മോൾ ഇൻഡസ്ട്രിയിലുള്ള സ്ട്രക്ചേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? വില്ലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്മോൾ ഇൻഡസ്ട്രിയിലാണ് വില്ലി എന്ന് എന്ത് ചെയ്യുക? ഓർത്തിരിക്കാം. ഓക്കെ, ഇനി സ്മോൾ ഇൻഡസ്ട്രിയിനെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിയോഡിനം, ജിജിനം, ഇലിയം. ഓക്കെ, ഇങ്ങനെ 3 പാർട്സ് ഉണ്ട് ആർക്ക്? നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിയിൽ. ഓക്കെ, ഇതിലെ ഡിയോഡിനം എന്ന് പറയുന്നത് സി ഷേപ്പ് ആണ്. സി ഷേപ്പിൽ കാണപ്പെടുന്ന ഓർഗൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഡിയോഡിനോൺ. നമ്മുടെ സ്റ്റൊമക്ക് ജെ ഷേപ്പ് ആണ്. ആൽഫബറ്റ് ലെറ്റർ ജെ ഷേപ്പിലാണ് ആരെ കാണപ്പെടുന്നത്? നമ്മുടെ സ്റ്റൊമക്ക്. ജെ ഷേപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റൊമക്ക്, സി ഷേപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നമ്മുടെ ഡിയോഡിനോൺ. ഡിയോഡിനോണ് സ്മോൾ ഇൻഡസ്ട്രിയുടെ ഫസ്റ്റ് പാർട്ട്, പിന്നെ ജിജിനം, പിന്നെ ഇലിയം. ഓക്കെ, ഇനി ലാർജ് ഇൻഡസ്ട്രിയിൽ ഇതേപോലെ 3 പാർട്ട് ഉണ്ട്. ലാർജ് ഇൻഡസ്ട്രിയുടെ ആദ്യത്തെ പാർട്ടിനെ പറയുന്നത് സീക്കം, രണ്ടാമത്തത് കോളൻ, മൂന്നാമത്തത് എന്താണ്? റെക്ടം. ഓക്കെ, അപ്പൊ ലാർജ് ഇൻഡസ്ട്രിയിൽ 3 പാർട്ട് ഉണ്ട്. ഏതൊക്കെയാണ്? സീക്കം, കോളൻ, റെക്ടം. ഓക്കെ, ഓരോന്നിന്റെ പാർട്സ് ഓർത്തിരിക്കാം. ഓക്കെ, next question. Which of the following plant hormones regulates growth particularly by stimulating cell elongation? സെൽ എലോങ്ങേഷൻ വഴി സ്റ്റെമ്മിന്റെ നീളം കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ആരാണ്? ഓക്കെ, ഈ കൊടുത്തേക്കുന്നതൊക്കെ നമ്മുടെ പ്ലാന്റിലുള്ള ഹോർമോൺസ് ആണ്. ഓക്സിൻ, സൈറ്റോകൈനിൻ, എത്തിലീൻ, ഗിബർലിൻ എന്നൊക്കെ പറയും. ഓക്കെ, ഈ ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ഇപ്പൊ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ അതിന്റെ ടിപ്പിലായിരിക്കും ഓക്സിനെ കാണാം. അപ്പോഴാണ് ഇവിടുന്ന് സൂര്യപ്രകാശം അടിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഈ ഓക്സിൻ ഈ ടിപ്പിൽ ഇരുന്നത് എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് വശത്തോട്ട് വരും. ടിപ്പിൽ മൊത്തം ഇരുന്നതാണ്, ഇത് ഓപ്പോസിറ്റ്, സൂര്യന് ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഇനി ഇത് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സമയത്ത് ജസ്റ്റ് എന്ത് ചെയ്തൊന്ന് വളയുകയും കൂടെ ചെയ്യും. എന്ന് പറഞ്ഞാൽ സെല്ല് കുറച്ചുകൂടെ എലോങ്ങേറ്റഡ് ആവും സ്റ്റെമ്മിന്റെ. ഓക്കെ, ഈ ഒരു ഡിഫ്യൂഷൻ കാരണം തന്നെ സെല്ല് കുറച്ച് എലോങ്ങേറ്റ് ആവുന്നുണ്ട്. അപ്പം സത്യം പറഞ്ഞ ആൻസർ എന്താണ്? സെൽ എലോങ്ങേഷൻ. സ്റ്റെമ്മിന്റെ കേസിൽ സെൽ എലോങ്ങേഷൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് തന്നെയാണ്? ഓക്സിൻ തന്നെയാണ്. ഓക്കെ, രണ്ടാമത്തത് സൈറ്റോകൈനിൻ. സൈറ്റോകൈനിൻ മെയിൻലി സെൽ ഡിവിഷൻ വഴി ഗ്രോത്തിനെ സഹായിക്കുന്നതാണ് ആരെന്ന് പറയുന്നത്? സൈറ്റോകൈനിൻ എന്ന് പറയുന്ന ഹോർമോൺ എന്ന് പറയും. എത്തിലീനാണ് ഇപ്പം എന്താണ്?
ഫ്രൂട്ട്സ് ഒക്കെ റൈപ്പൻ ആവാൻ വേണ്ടിയിട്ട്, പഴുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന, റൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഹോർമോൺ ആണ് ഏതെന്ന് പറയുന്നത് എത്തിലീൻ. ഓക്കെ. ഗിബർലിനോ സീഡ് ജെർമിനേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ എന്താണ് പൊക്കം വെക്കുക, നീളം വെക്കുക, അതിനൊക്കെ സഹായിക്കുന്നത് ആരാണ്? ഗിബർലിൻ ആണ്. ഓക്കെ. അപ്പം സെൽ എലോങ്ങേഷൻ സ്റ്റെമ്മിന്റെ കേസിൽ കൊണ്ടുവരാൻ പറ്റുന്നത് ആർക്കാണ്? ഓക്സിൻ ആണ്. സെൽ ഡിവിഷൻ നടത്താൻ പറ്റുന്നത് സൈറ്റോകൈനിൻ ആണ്. ഫ്രൂട്ട്സ് ഒക്കെ റൈപ്പൻ ആവാനും അതുപോലെ ലീവ്സ് ഒക്കെ യെല്ലോ കളർ അങ്ങനെ ആവത്തില്ല, അപ്പൊ അതിനൊക്കെ സഹായിക്കുന്നത് എത്തിലീൻ ആണ്. അതുപോലെ തന്നെ ഗിബർലിൻ മെയിൻലി നീളം വെക്കാനും സഹായിക്കുന്നുണ്ട്, സീഡ് ഒക്കെ ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നത് ആരാണ്? ഗിബർലിൻ ആണ്. ഓക്കെ. നിങ്ങളുടെ ഈ ഒരു MTS എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ടെലഗ്രാമിൽ ഒരു ചാനൽ മീൻസ് ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആ ഗ്രൂപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലിങ്ക് ഈ ഒരു വീഡിയോക്ക് താഴെ തന്നെ എന്ത് ചെയ്തേക്കാം, പിൻ ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾ കയറി എന്ത് ചെയ്യുക, അതില് കൃത്യമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, അതേപോലെ തന്നെ ഓരോ ദിവസം എന്തൊക്കെ പഠിക്കണം, അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് സ്കെഡ്യൂൾ അതിൽ ഇട്ട് തരുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് അതനുസരിച്ച് നിങ്ങൾക്ക് പഠിച്ച് എല്ലാ പോർഷനൊക്കെ സെറ്റ് ആക്കാനായിട്ട് പറ്റും. അപ്പൊ കൃത്യമായിട്ട് ഈ ഒരു വീഡിയോക്ക് താഴെ പിൻ ചെയ്യുന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇൻ സെൽസ് പ്രോട്ടീൻസ് ആർ സിന്തസൈസ്ഡ് ഇൻ ഡാഷ്. സെൽസിന്റെ കേസിൽ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? മൈറ്റോകോൺഡ്രിയ, ഗോൾഗി അപ്പാരറ്റസ്, ന്യൂക്ലിയസ്, റൈബോസോം. എവിടെ തന്നെയാണ്? റൈബോസോമിലാണ് എന്തെന്ന് പറയുന്നത്? പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഈ 4 ഓപ്ഷനില് ഇവരെയൊക്കെ പറയുന്ന പേരാണ് സെൽ ഓർഗനൽ. ഓക്കെ. സെൽ ഓർഗനൽസ് എന്നാണ് ഇവരെ പറയുന്നത്. ഇതെല്ലാം ഓരോന്ന്, ഇപ്പൊ മൈറ്റോകോൺഡ്രിയ, ഗോൾഗി, ഇതെല്ലാം ഓരോരോ സെൽ ഓർഗനൽസ് ആണ്. ഓക്കെ. ഇതില് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ആരാണ്? റൈബോസോം ആണ്. ഈ റൈബോസോം ആണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള സെൽ ഓർഗനൽ എന്ന് പറയും. ഏറ്റവും ചെറിയ സെൽ ഓർഗനൽ ആരാണ്? റൈബോസോം ആണ്. ഏറ്റവും വലിയ, ഏറ്റവും ലാർജസ്റ്റ് സെൽ ഓർഗനൽ ആരാണ്? ന്യൂക്ലിയസ് ആണ് ഏറ്റവും ലാർജസ്റ്റ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന ആളാണ്. ഓക്കെ. 1831 എന്ത് കണ്ടുപിടിച്ച? ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. ഓക്കെ. റോബർട്ട് കുക്കിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. റോബർട്ട് കുക്കാണ് സെല്ല് കണ്ടുപിടിച്ചത് 1665. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്താ? ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതാണ് ആര്? റോബർട്ട് ബ്രൗൺ 1831. ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സെൽ ഓർഗനൽ ആണ് ആരെന്ന് പറയുന്നത്? ന്യൂക്ലിയസിലാണ് നമ്മുടെ ജെനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA ഒക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെന്റർ ഓഫ് ഹെറിഡിറ്റി എന്നറിയപ്പെടുന്നത് ആരാണ്? ന്യൂക്ലിയസ് ആണ്. ഓക്കെ. ഗോൾഗി അപ്പാരറ്റസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈബോസോം പ്രോട്ടീൻ ഉണ്ടാക്കുമല്ലോ, ആ പ്രോട്ടീനെ കൃത്യമായിട്ട് പാക്ക് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി വെക്കുന്നത് ആരാണ്? ഗോൾഗി ബോഡിയാണ്. അപ്പൊ പ്രോട്ടീൻ ആയിക്കോട്ടെ, സെല്ലിന്റെ അകത്തുള്ള ലിപ്പിഡ്സ് ആയിക്കോട്ടെ, ഫാറ്റ്, അതിനെയൊക്കെ കൃത്യമായിട്ട് പാക്ക് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഫുൾ സെറ്റ് ആക്കി വെക്കുന്നത് ആരാണ്? ഗോൾഗി അപ്പാരറ്റസ് ആണ്. ഓക്കെ. അതേപോലെ തന്നെ മൈറ്റോകോൺഡ്രിയ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. എന്ത്? പവർ ഹൗസ്. സെല്ലിന്റെ ഉള്ളിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് ആരാണ്? മൈറ്റോകോൺഡ്രിയ. കാരണം ഇവിടെയാണ് ഏറ്റവും എമൗണ്ട് എനർജി, റെസ്പിറേഷന്റെ ഫലമായിട്ട് എനർജി പ്രൊഡ്യൂസ് ആവും. ആ എനർജി ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ആവുന്നത് എവിടെയാണ്? മൈറ്റോകോൺഡ്രിയയിലാണ്. അതുകൊണ്ട് തന്നെയാണ് മൈറ്റോകോൺഡ്രിയയിലെ സെല്ലിന്റെ ഉള്ളിലെ പവർ ഹൗസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഓരോ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കാണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എങ്ങനെയൊക്കെ പഠിക്കണം, ഇതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ട് ആ ടെലഗ്രാം ചാനലുണ്ട്. ഓക്കെ. അവിടെ നമ്മുടെ നിത്യാഭ്യാസം എല്ലാവരും ഒരു ടീമായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് സംശയമോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പൊ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ ഗ്രൂപ്പിൽ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യുക, ഈ വീഡിയോക്ക് താഴെ പിൻ ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക, ഫോളോ ചെയ്യുക.
ഇതേപോലെ തന്നെ വീഡിയോസ് ഓരോ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ യൂട്യൂബിൽ. അപ്പൊ നിങ്ങൾ അത് കയറി നോക്കാം. ഓക്കെ, ഈ പോർഷൻസ് എല്ലാം നമ്മൾ സെല്ല്, ടിഷ്യൂ, ബയോളജിയിലുള്ള മിക്ക പോർഷൻസ് നമ്മൾ ഫുള്ളാ എടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എന്താണ് വീഡിയോസ് പോയി കാണുക. ഓക്കെ, അതുപോലെ ഇനി വരും വീഡിയോസ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ക്ലാസ് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പം എല്ലാവരും ഓക്കെ, താങ്ക് യു.